അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? മോദി 3.0 കേന്ദ്ര മന്ത്രിസഭ ഡിസ്കസ് ചെയ്യാണ്. മൂന്നാം മോദി മന്ത്രിസഭ ഡിസ്കസ് ചെയ്യുന്നു. എല്ലാ പരീക്ഷയിലും, പ്രത്യേകിച്ച് ലോവർ ലെവൽ പരീക്ഷയിൽ LGS ലെവൽ 10th പ്രിലിംസിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ് കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങൾ, ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിമാർ. മൂന്നാം മോദി മന്ത്രിസഭ നോക്കാം നമുക്ക്. സത്യപ്രതിജ്ഞ നടന്നത് 2024 ജൂൺ 9. മോദി മന്ത്രിസഭ, മൂന്നാം മോദി മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ നടന്നത് 2024 ജൂൺ 9. 2024 ജൂൺ 9 സത്യപ്രതിജ്ഞ നടന്നത് കേട്ടോ. എവിടെ? രാഷ്ട്രപതി ഭവനിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ നടന്നത്. സത്യവാചകം ചൊല്ലിക്കൊടുത്തത് രാഷ്ട്രപതി. ആരാണ് നമ്മുടെ രാഷ്ട്രപതി? 2024 ജൂൺ 9 രാഷ്ട്രപതി ഭവനിൽ വെച്ച് ഈ പറയുന്ന മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്ത നമ്മുടെ രാഷ്ട്രപതി ആരാണ്? യെസ്, ദ്രൗപദി മുർമു കേട്ടോ. ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3ാം തവണ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി. ജവഹർലാൽ നെഹ്റുവിന് ശേഷം അടുപ്പിച്ച് 3 തവണ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മോദിജി. 52ാമനായി സുരേഷ് ഗോപിയും 71ാമനായി ജോർജ് കുര്യനും സത്യപ്രതിജ്ഞ ചെയ്തു. ആ മന്ത്രിസഭയിലെ കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഉണ്ട് എന്ന് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്. 52ാമനായി സുരേഷ് ഗോപിയും 71ാമനായിട്ട് ജോർജ് കുര്യനും സത്യപ്രതിജ്ഞ ചെയ്തു അല്ലെ? മോദി മന്ത്രിസഭയിൽ ആദ്യമായും കേന്ദ്രസഭയിൽ 10 വർഷത്തിന് ശേഷവും ഒരേ സമയം 2 മലയാളികൾ ആദ്യമായിട്ടാണ് മന്ത്രിയാവുന്നത്. മോദി മന്ത്രിസഭയിൽ ആദ്യമായിട്ടും കേന്ദ്ര മന്ത്രിസഭകളിൽ 10 വർഷത്തിന് ശേഷവുമാണ് ഒരേ സമയം 2 മലയാളികൾ മന്ത്രിസഭയിൽ മന്ത്രിയായിട്ട് വരുന്നത് എന്ന പോയിന്റും ഓർത്ത് വെക്കാം. അപ്പോ 2024 ജൂൺ 9 ആണ് സത്യപ്രതിജ്ഞ നടന്നത്. രാഷ്ട്രപതി ഭവനിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ നടക്കുന്നത്. സത്യവാചകം ചൊല്ലിക്കൊടുത്തത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3ാം തവണ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ്. അപ്പോ ജവഹർലാൽ നെഹ്റു മോദിയും 3 തവണ അടുപ്പിച്ചായിട്ടുള്ളൂ കേട്ടോ. 52ാമനായി സുരേഷ് ഗോപിയും 71ാമനായി ജോർജ് കുര്യനും സത്യപ്രതിജ്ഞ ചെയ്തു എന്ന് പഠിച്ചു വെക്കാം. മോദി മന്ത്രിസഭയിൽ ആദ്യമായും കേന്ദ്ര മന്ത്രിസഭകളിൽ 10 വർഷത്തിന് ശേഷം ഒരേ സമയം 2 മലയാളികൾ മന്ത്രിയാകുന്നു എന്ന പ്രത്യേകതയും ഈ പറയുന്ന മന്ത്രിസഭയ്ക്കുണ്ട് എന്നും നമ്മളെ മനസ്സിലാക്കി വെക്കാം. ഇനി പ്രായം കുറഞ്ഞ മന്ത്രി ആരാണ്? കിഞ്ചരാപ്പു രാംമോഹൻ നായിഡു, 37 വയസ്സ്, TDPയിൽ നിന്നുള്ള മന്ത്രി കിഞ്ചരാപ്പു രാംമോഹൻ നായിഡു. ശ്രീകാകുളം മണ്ഡലം ശ്രീകാകുളമാണ്. വകുപ്പ് വ്യോമയാനം കേട്ടോ. മന്ത്രിസഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഞ്ചരാപ്പു രാംമോഹൻ നായിഡു എന്ന് പഠിച്ചു വെക്കാം. വ്യോമയാന മന്ത്രിയാണ്. യെസ്, മണ്ഡലം ശ്രീകാകുളം എന്ന് പഠിച്ചു വെക്കാം. വകുപ്പ് വ്യോമയാന വകുപ്പ് മന്ത്രിയാണ് കിഞ്ചരാപ്പു രാംമോഹൻ നായിഡു എന്നും നോട്ട് ചെയ്ത് വെക്കാം. പ്രായം കൂടിയ മന്ത്രിയോ? ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാം കേട്ടോ. പ്രായം കൂടിയ മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിതിൻ റാം മാഞ്ചിയാണ്. 79 വയസ്സ്. യെസ്, അദ്ദേഹം ബീഹാറിലെ ഗയയിൽ നിന്നാണ് മത്സരിച്ച് വിജയിച്ചത്. ചെറുകിട ഇടത്തരം വ്യവസായ വകുപ്പ് മന്ത്രിയാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, യെസ്. ഇനി വനിതാ പ്രാതിനിധ്യമോ? യെസ്, 7 പേരാണ് 2024 കേന്ദ്ര മന്ത്രിസഭയിലുള്ളത്. ലോക്സഭയിൽ യെസ് ടോട്ടൽ 74 പേരുണ്ട്. 18ാം ലോക്സഭയിൽ ടോട്ടൽ 74 പേരുണ്ട്. 13.6% അല്ലെ? ഇപ്പൊ പിന്നെ ശതമാന കണക്കൊക്കെ ചോദിക്കാറുണ്ട്. നമ്മളെ ആദിത്യല്ലേ ചോദിച്ചത് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ദൂരം, ടോട്ടൽ ദൂരത്തിന്റെ എത്ര ശതമാനമാണ്? മറ്റേ ആൾ പറഞ്ഞ പോലെ ചെറിയൊരു അംശമേ കുറയുന്നുള്ളൂ കൂടുന്നുള്ളൂ എന്നുള്ള രൂപത്തിൽ ചോദ്യങ്ങളും PSC ചോദിക്കുന്നുണ്ട്. അപ്പൊ ലോക്സഭയിൽ 18ാം ലോക്സഭയിൽ 74 വനിതകൾ ഉണ്ടെങ്കിൽ 7 മന്ത്രിമാരാണുള്ളത്. ലോക്സഭയിൽ 74 എന്ന് പറയുന്നത് 13.6% വനിതകളെ എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോ പ്രായം കുറഞ്ഞ മന്ത്രി കിഞ്ചരാപ്പു രാംമോഹൻ വ്യോമയാനം.
പ്രായം കൂടിയ മന്ത്രി ജിതൻ റാം മാഞ്ചി ഗയയിൽ നിന്ന് വിജയിച്ചു. ചെറുകിട ഇടത്തരം വ്യവസായമാണ്. വനിതകൾ 7 പേർ, ലോക്സഭയിൽ ടോട്ടൽ 74 പേരാണ് എന്ന പോയിന്റും അവിടെ പഠിച്ച് വെക്കും കേട്ടോ. യെസ്, യെസ്, എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മുന്നേ ഇത്. അതായത് വിമാനത്തിൽ കയറണമെന്ന് പലർക്കും മോഹമുണ്ട്, പക്ഷെ കയറാൻ അല്ലേ? യെസ്, ഇഞ്ചി കൃഷി എന്ന് പറയുന്നത് ഒരു ചെറുകിട വ്യവസായമാണ്, അല്ലെങ്കിൽ ഒരു ഇടത്തരം വ്യവസായമാണെന്ന് പറയാൻ സാധിക്കും. മഞ്ചി, ജിതൻ റാം മാഞ്ചി അല്ലെങ്കിൽ ഇഞ്ചി എന്ന് പഠിച്ചു വെക്കാം. ചെറുകിട ഇടത്തരം വ്യവസായമാണ്. വ്യോമയാനം, വിമാനത്തിൽ കയറണം എന്ന മോഹമാണ്. കിഞ്ചരാപ്പൂർ രാംമോഹൻ നായിഡു എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്തു വെക്കാം. രാംമോഹൻ നായിഡു എന്നായിരിക്കും പലയിടത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോ വ്യോമയാനം മോഹമാണെന്നും ചെറുകിട ഇടത്തരം വ്യവസായമാണ് മാഞ്ചി എന്നും നോട്ട് ചെയ്തു വെക്കാം. ഓക്കെ, 7 വനിതകളാണ് ലോക്സഭയിൽ. 18 ലോക്സഭയിൽ 74 വനിതകൾ ഉണ്ടെങ്കിൽ 7 മന്ത്രിമാരാണ് ടോട്ടൽ ഉള്ളത്. 52-ാമനായിട്ട് സുരേഷ് ഗോപിയും 71-ാമനായിട്ട് ജോർജ് കുര്യനും സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ വെച്ച് ദ്രൗപദി മുർമുവാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. സെറ്റല്ലേ? ഇതുവരെയുള്ള കാര്യങ്ങൾ സെറ്റല്ലേ? ഒരു ഓവറോൾ ഐഡിയ. പ്രായം കുറഞ്ഞത് കൂടിയതേ വനിതകൾ, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. വിശദമായിട്ട് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. പ്രധാനമന്ത്രി ചുമതലയേറ്റത് 2024 ജൂൺ 10. ചുമതലയേറ്റ് ആദ്യം ഒപ്പുവെച്ചത് കിസാൻ നിധി തുക വിതരണവുമായി ബന്ധപ്പെട്ട ഫയലില്. ആ ഫയൽ ഇങ്ങോട്ട് എടുത്തേ. കിസാൻ നിധി വിതരണവുമായി ബന്ധപ്പെട്ട ഫയല്. യെസ്, ഒപ്പിട്ടു. ആദ്യത്തെ ഒപ്പ്. ചുമതലയേറ്റത് 2024 ജൂൺ 10. കേന്ദ്ര മന്ത്രിസഭയുടെ ആദ്യ യോഗം ചേർന്നത് 2024 ജൂൺ 10 തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച്. കേന്ദ്ര മന്ത്രിസഭയുടെ ആദ്യം യോഗം നടന്നത് പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് 2024 ജൂൺ 10 കേട്ടോ. 2024 ജൂൺ 10 പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ചാണ് ആദ്യ യോഗം നടന്നത്. യെസ്, അതിൽ കിസാൻ നിധി തുക വിതരണവുമായി ബന്ധപ്പെട്ട ഫയലിലാണ് ആദ്യമായിട്ട് ഒപ്പുവെക്കുന്നത് എന്ന പോയിന്റും എന്ത് ചെയ്യാം, നോട്ട് ചെയ്തു. മന്ത്രിസഭയിൽ ഇടം പിടിച്ചത് 7 മുൻമന്ത്രിമാർ. സ്മൃതി ഇറാനിയൊക്കെ തോറ്റുപോയി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? യെസ്, മന്ത്രിസഭയിൽ ഇടം പിടിച്ചത് മുൻമന്ത്രിമാർ 7 പേരാണ് മുൻ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന അംഗങ്ങൾ എന്ന് പഠിച്ചു വെക്കാം. ഏറ്റവും അധികം കേന്ദ്രമന്ത്രിമാർ ഉത്തർപ്രദേശിൽ നിന്നാണ്. മോദി 3.0 മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം. യെസ്, 22 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് മെമ്പർ ഓഫ് പാർലമെന്റ് MP-മാരുണ്ട്. അതിൽ ഏറ്റവും അധികം കേന്ദ്രമന്ത്രിമാരുള്ളത് ഉത്തർപ്രദേശിൽ നിന്ന്. 10 കേന്ദ്രമന്ത്രിമാർ ഉത്തർപ്രദേശിൽ നിന്നുണ്ട്. ഒരു സംസ്ഥാനത്ത് നമുക്കൊരു കേന്ദ്രമന്ത്രിമാര് പോലും ഇല്ല അല്ലെ? മെയിൻ മന്ത്രിമാരില്ല. 2 സഹമന്ത്രിമാരാണ് കേരളത്തിൽ നിന്നുള്ളത്. 10 കേന്ദ്രമന്ത്രിമാരാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോ പ്രധാനമന്ത്രി ചുമതലയേറ്റത് എന്നാണ് 2024 ജൂൺ 10. ആദ്യം ഒപ്പുവെച്ചത് കിസാൻ നിധി തുക വിതരണവുമായി ബന്ധപ്പെട്ട ഫയലില്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് ജൂൺ 10 ആദ്യത്തെ മീറ്റിംഗ് വിളിക്കുന്നത്. 7 മുൻമന്ത്രിമാരാണ് പുതിയ മന്ത്രിസഭയിൽ അംഗത്വം ഉള്ളത്. ഏറ്റവും അധികം കേന്ദ്രമന്ത്രിമാരുള്ളത് ഉത്തർപ്രദേശിൽ നിന്നാണ്. 22 സംസ്ഥാനങ്ങളിൽ നിന്ന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമുണ്ട് എന്ന പോയിന്റും പഠിച്ച് വെക്കാം. യെസ്, അപ്പോ ആരാണ് ഏറ്റവും പ്രായം കുറഞ്ഞത്? മോഹൻ അല്ലെ? മോഹൻ നായിഡു, കിഞ്ചരാപ്പൂർ രാംമോഹൻ നായിഡു എന്ന് പഠിച്ചു വെക്കാം. പ്രായം കൂടിയതോ? യെസ്, ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രിയാണ് മാഞ്ചി, ജിതൻ റാം മാഞ്ചി എന്ന് നോട്ട് ചെയ്തു. വനിതകൾ എത്ര? 7 പേർ. 18 ലോക്സഭയിൽ എത്ര മന്ത്രിമാരുണ്ടായിരുന്നു? MP-മാരുണ്ടായിരുന്നു? 74 MP-മാരുണ്ട്. അതിൽ 7 പേരാണ് മന്ത്രിമാരായത് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, പുറത്ത് വെക്കാം കേട്ടോ. യെസ്, അപ്പൊ അത്രയും പോയിന്റുകൾ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? കിട്ടുന്നില്ലേ? യെസ്, എന്നാ 3 ചോദ്യം ചോദിക്കട്ടെ. ഈ 3 പേജിൽ നിന്ന് 3 ചോദ്യം ചോദിക്കട്ടെ. 4 പേജ് ആവുമ്പോ 4 ചോദ്യം ചോദിക്കാം. യെസ്, 3 ചോദ്യം കിട്ടുന്നുണ്ടെങ്കിൽ നോക്കാം, നമുക്ക് നോക്കട്ടെ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഏറ്റവും പ്രായം കൂടിയ വ്യക്തിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു?
മാഞ്ചി അല്ലെ, ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായ മാഞ്ചി, ജിതിൻ റാം മാഞ്ചിക്ക് എത്ര വയസ്സാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമന്റ് ചെയ്യാം. 79 വയസ്സാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം അല്ലെ. യെസ്. എന്നാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന മന്ത്രിമാരെ എന്നാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24, അത് ഞാൻ പറയാം, 24 ജൂൺ 9 അല്ലെ. ഇനി പ്രധാനമന്ത്രി അധികാരമേറ്റത് ജൂൺ 10 അവര് കേന്ദ്രമന്ത്രിസഭ, പുതിയ കേന്ദ്രമന്ത്രിസഭ ആദ്യത്തെ യോഗം ചേർന്നത് എവിടെ വെച്ചാണ് എന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. യെസ്, പുതിയ കേന്ദ്രമന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ചാണ് എന്നും കിട്ടി അല്ലെ. യെസ്. മന്ത്രിമാരുടെ എണ്ണം 72, പ്രധാനമന്ത്രി ഉൾപ്പെടെ 72. അതിൽ ക്യാബിനറ്റ് മന്ത്രിമാർ 30, സ്വതന്ത്ര മന്ത്രിമാർ 5, സഹമന്ത്രിമാർ 36. മെയിൻ വകുപ്പ് 30 പേര്, ക്യാബിനറ്റ് മന്ത്രിമാർ 30 പേര്. അങ്ങനെ പ്രത്യേകിച്ച് വകുപ്പില്ലാതെ സ്വതന്ത്രമായിട്ടിരിക്കുന്ന അധികാരമുള്ള മന്ത്രിമാർ 5 പേര്, സഹമന്ത്രിമാർ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും അടക്കം 36 പേര് കേട്ടോ. യെസ്. ഓക്കെ. അപ്പൊ 35, 36, 71, 71 പ്ലസ് പ്രധാനമന്ത്രി 72. സെറ്റ്. വനിതാ മന്ത്രിമാർ നമ്മൾ നേരത്തെ പഠിച്ചു 7. ക്യാബിനറ്റ് മന്ത്രിമാരിലെ വനിതകൾ 2 പേരാണ്. 30-ൽ 2 പേരാണ് വനിതകൾ ഉള്ളത്. യെസ്. ഈ പറയുന്ന 7 മന്ത്രിമാരിൽ ബാക്കി 5 സഹമന്ത്രിമാരോ സ്വതന്ത്ര മന്ത്രിമാരോ ആയിരിക്കും. നമുക്ക് നോക്കാം. സെറ്റ് അല്ലേ. വനിതാ സഹമന്ത്രിമാർ 5 അല്ലെ. 7 ടോട്ടല്. 2 ക്യാബിനറ്റ് ആണെങ്കിൽ 5 സഹമന്ത്രി എന്ന് നമുക്ക് അവിടുന്ന് പഠിക്കാം. സ്വതന്ത്ര മന്ത്രിമാരില്ല വനിതകള്. ഓക്കെ. യെസ്. അപ്പൊ ഓക്കെ അല്ലേ. ടോട്ടൽ 72 മന്ത്രിമാര്, പ്രധാനമന്ത്രി ഉൾപ്പെടെ 72 മന്ത്രിമാർ, ക്യാബിനറ്റ് മന്ത്രിമാർ 30, സ്വതന്ത്ര മന്ത്രിമാർ 5, സഹമന്ത്രിമാർ 36, വനിതാ മന്ത്രിമാർ 7, ക്യാബിനറ്റ് മന്ത്രിമാർ 2, വനിതാ സഹമന്ത്രിമാർ 5 എന്നും നോട്ട് ചെയ്തു വെക്കാം. ചോദിച്ചേക്കാം. കിട്ടിയില്ലേ? യെസ്. ഇനി കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ പഠിക്കുന്നത് ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇത് ഞാൻ ഇത്തിരി വേഗത്തിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് പഠിക്കാത്തവരായിട്ട് വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. PSC നോക്കുന്ന ആളുകളൊക്കെ കേന്ദ്ര മന്ത്രിസഭ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ആയിട്ട് നമ്മൾ പലയിടത്തായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇത്തിരി വേഗത്തിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ബോറടിക്കും അല്ലെ. മോദി പേഴ്സണൽ പെൻഷൻ, പൊതുപരാതി പരിഹാരം, ആണവോർജം, ബഹിരാകാശം, എല്ലാ നയപരമായ വിഷയങ്ങളും ഒരു മന്ത്രിക്കും അനുവദിച്ചിട്ടില്ലാത്ത എല്ലാ വകുപ്പുകളും ആരുടെ ചുമതലയാണ്? നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയിൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ ചുമതലയാണ്. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയുടെ ചുമതലയാണ്. പഠിച്ചിട്ടില്ലേ ഇത് റജി? വാരണാസിയിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത് കേട്ടോ. യെസ്. ആണവോർജം, ബഹിരാകാശം, പൊതുപരാതി പരിഹാരം, പേഴ്സണൽ പെൻഷൻ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചുമതലകൾ. മാത്രമല്ല മറ്റു മന്ത്രിമാരുടെ ചുമതലകൾ ഇപ്പൊ നമ്മൾ പഠിക്കും. അതിലൊന്നും ഉൾപ്പെടാത്ത എല്ലാ വകുപ്പും ആരുടെ ഡ്യൂട്ടിയാണ്? മോദിജിയുടെ ഡ്യൂട്ടിയാണ് എന്ന് പഠിച്ചു വെക്കാം. വിജയിച്ചത് വാരണാസിയിൽ നിന്നാണ് എന്നും പഠിച്ചു വെക്കാം. ഓക്കെ. യെസ്. പേഴ്സണൽ പെൻഷൻ, പൊതുപരാതി പരിഹാരം, ആണവോർജം, ബഹിരാകാശം, ISRO, ആണവോർജം അല്ലെ. DRDOയും ആ പറയുന്ന പോലെ ISRO ഒക്കെ ആരുടെ ചുമതലയിലാണ്? മോദിജിയുടെ ചുമതലയിലാണ് എന്ന് വേണം പഠിച്ചു വെക്കാൻ കേട്ടോ. ഓക്കെ അല്ലേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മന്ത്രിസഭയിൽ എത്ര വനിതകളാണ്? പറ. 5 സ്ലൈഡായി. ഇപ്പൊ 5 ചോദ്യം ചോദിക്കട്ടെ. മന്ത്രിസഭയിൽ എത്ര വനിതകളാണ്? 7 വനിതകളാണ് അല്ലെ. 7 വനിതകളാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി, മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി നമ്മൾ ആദ്യം പഠിച്ചു. യെസ്. റാം മോഹൻ നായിഡു എന്ന് നമ്മൾ പഠിച്ചു അല്ലെ.
ഓക്കെ. എന്നാണ് നരേന്ദ്രമോദി അധികാരമേൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രധാനമന്ത്രി അധികാരത്തിൽ വരുന്നത് അല്ലെങ്കിൽ ചുമതലയേൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 ജൂൺ 10-ാം തീയതിയാണ് എന്ന് പഠിച്ചു വെക്കാം അല്ലെ. 10-ാം തീയതിയാണ് എന്ന് പഠിച്ചു വെക്കാം. എത്ര മന്ത്രിമാരാണ് ക്യാബിനറ്റ് മന്ത്രിമാര്? ക്യാബിനറ്റ് മന്ത്രിമാർ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 പേരാണ് ക്യാബിനറ്റ് മന്ത്രിമാർ എന്ന് പഠിച്ചു വെക്കാം. സ്വതന്ത്ര ചുമതലയുള്ള എത്ര മന്ത്രിമാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വതന്ത്ര ചുമതലയുള്ള എത്ര മന്ത്രിമാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 പേരാണ് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ എന്ന പോയിന്റും പഠിച്ചു വെക്കാം കേട്ടോ. രാജ്നാഥ് സിംഗ് പ്രതിരോധ വകുപ്പ് മന്ത്രി ലക്നൌവിൽ നിന്ന് വിജയിച്ചു. അമിത്ഷാ ആഭ്യന്തര വകുപ്പ് സഹകരണ മന്ത്രിയാണ്. ഗാന്ധിനഗറിൽ നിന്നാണ് വിജയിച്ചത് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, പഠിച്ച് വെക്കാം കേട്ടോ. അപ്പൊ രാജ്നാഥ് സിംഗ് പ്രതിരോധ വകുപ്പ് മന്ത്രി ലക്നൌവിൽ നിന്ന് വിജയിച്ചു. അമിത്ഷാ ആഭ്യന്തരം സഹകരണ വകുപ്പ് മന്ത്രിയാണ്. ഗാന്ധിനഗർ വിജയിച്ച മണ്ഡലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധിനഗർ എന്ന പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പോ രാജ്നാഥ് സിംഗ് പ്രതിരോധ വകുപ്പ് ലക്നൌ, അമിത്ഷാ ആഭ്യന്തരം സഹകരണം ഗാന്ധിനഗർ. ഈ മണ്ഡലം മാത്രമേ ചിലപ്പോ നോക്കാനുള്ളൂ. ബാക്കിയൊക്കെ എല്ലാവർക്കും കാണാപ്പാടാണ്. നിലനിർത്തിയതാണ് അല്ലെ. കഴിഞ്ഞ ലോക്സഭ പിന്നെ കഴിഞ്ഞ മന്ത്രിസഭയിൽ നിന്ന് നിലനിർത്തിയ ആളുകളാണ്. സിമ്പിൾ ആയിട്ട് തന്നെ പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. ഇനി നിതിൻ ജയറാം ഗഡ്കരി റോഡ് ഗതാഗതം നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. യെസ്, ഗട്ടറാണ് റോഡിൽ മൊത്തം. ഗഡ്കരി അല്ലെ. യെസ്, ഗട്ടറാണ് എന്ന് പഠിച്ചു. റോഡ് ഗതാഗതം ദേശീയ പാതകൾ. യെസ്, നാഗ്പൂരിൽ നിന്ന് വിജയിച്ച വ്യക്തിയാണ് അദ്ദേഹം എന്ന് നോട്ട് ചെയ്തു. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യാം? യെസ്, ഗട്ടർ റോഡിൽ മൊത്തം ദേശീയപാതയിൽ മൊത്തം ഗട്ടറാണ് എന്ന് ഓർത്തു വെക്കാം. യെസ്, അതില്ലാതിരിക്കാനാണ് അദ്ദേഹം മന്ത്രിയാവുന്നത്. അത് വേറൊരു കാര്യം. യെസ്, അപ്പൊ നിതിൻ ജയറാം ഗഡ്കരി, ഗഡ്കർ എന്ന് കേൾക്കുമ്പോ തന്നെ റോഡ് കിട്ടണം, ഗട്ടർ എന്ന് കിട്ടണം കേട്ടോ. യെസ്, ഇനി ജഗത് പ്രകാശ് നഡ്ഡ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചു അല്ലെ. ഈ പറയുന്ന 26-ാം തീയതി പരീക്ഷയ്ക്ക് ചോദിച്ചു. ആരോഗ്യം, കുടുംബക്ഷേമം, കെമിക്കൽസ്, രാസവളം, ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ നഡ്ഡയുടെ, ജഗത് പ്രകാശ് നഡ്ഡയാണ്. മൻസുഖ് മാണ്ഡവ്യ ആരോഗ്യമന്ത്രിയായിരുന്നു എന്നൊക്കെ പഠിച്ചു വെച്ചവരെ മാറ്റേണ്ട സമയം ഒരു 3 മാസം മുന്നേ കഴിഞ്ഞിരുന്നു കേട്ടോ. യെസ്, ആരോഗ്യം, കുടുംബക്ഷേമം, കെമിക്കൽ, രാസവളം. ഓക്കെ. യെസ്, ആരാണ്? നഡ്ഡയാണ്. യെസ്, ജഗത് പ്രകാശ് നഡ്ഡ എന്ന് നോട്ട് ചെയ്തു കേട്ടോ. നഡ്ഡ. അപ്പോ രാസവളം ഇട്ട കെമിക്കൽ ഇട്ട ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ ആരോഗ്യം മൊത്തം തകരാറിലാവും. ഓക്കെ. ഇത് നോക്കുന്ന ആളാണ് നഡ്ഡ കേട്ടോ. യെസ്, രാസവളവും കെമിക്കലും ഒക്കെ ഇട്ട ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ ആരോഗ്യം മൊത്തം തകരാറിലാവും. ഒക്കെ ആരുടെ വകുപ്പാണ്? ജഗത് പ്രകാശ് നഡ്ഡ എന്ന് നോട്ട് ചെയ്തു വെക്കാം. ജഗത് പ്രകാശ് നഡ്ഡ. അപ്പൊ ഗട്ടറാണ് റോഡിലെ ദേശീയപാതയിലെ ഗഡ്കരി എന്ന് പഠിച്ചു വെക്കാം. നഡ്ഡ യെസ്, രാസവളം, കെമിക്കൽസ്, കുടുംബക്ഷേമം, ആരോഗ്യം കേട്ടോ. യെസ്, അപ്പൊ ജഗത് പ്രകാശ് നഡ്ഡ എന്ന പോയിന്റ് ഓർത്തു വെക്കാം. അപ്പൊ ആരാണ് നമ്മുടെ സഹകരണം, ആഭ്യന്തരം? അമിത്ഷാ. ആണവോർജം, ബഹിരാകാശം മോദിജി അല്ലെ, മോദിജിയാണ്. പിന്നെ പ്രതിരോധ വകുപ്പ് രാജ്നാഥ് സിംഗ് ആണ് എന്ന പോയിന്റ് നമുക്ക് അവിടെ കിട്ടും. നഡ്ഡയാണ് ഈ പറയുന്ന കെമിക്കലും കുടുംബക്ഷേമവും ആരോഗ്യവും എന്ന പോയിന്റ് ഒക്കെ എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ശിവരാജ് സിംഗ് ചൗഹാൻ ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി, കർഷക ക്ഷേമം, ഗ്രാമവികസനം. യെസ്, മണ്ഡലം വിദിഷ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി, കർഷകക്ഷേമം, ഗ്രാമവികസനം. അതായത് നാട്ടുപുറവുമായി ബന്ധപ്പെട്ടതൊക്കെ എന്താണ്? ശിവരാജ് സിംഗ് ചൗഹാൻ ആണ് എന്ന് പഠിച്ചു കേട്ടോ. ശിവരാജ് സിംഗ് ചൗഹാൻ. ഓക്കെ. യെസ്, എന്താണ്? യെസ്, ശിവനെ ആരാധിച്ചു എന്നോ അല്ലെങ്കിൽ ശിവരാജാവ് എന്ന് ഓർത്തു വെച്ചാൽ മതി കേട്ടോ. നാട്ടുപുറത്തെ രാജാവ് ശിവരാജാവാണ് എന്ന് ഓർത്തു വെക്കാം. നാട്ടുപുറത്ത് കൃഷി, ഗ്രാമക്ഷേമം, ഗ്രാമവികസനം, കർഷകക്ഷേമം, കൃഷി അല്ലെ. യെസ്, ഓക്കെ. അവിടെ ശിവരാജ് രാജാവ് ശിവനാണ് എന്നുള്ള ജസ്റ്റ് ഒരു കോഡ് ഇടാ. ശിവരാജ് സിംഗ് ചൗഹാൻ ആണ് എന്ന പോയിന്റ് കിട്ടും കേട്ടോ. അപ്പൊ രാസവളവും കെമിക്കലും ഒക്കെ ഇട്ടുള്ള ഭക്ഷണം കുടുംബം കഴിച്ചു കഴിഞ്ഞാലേ കുടുംബക്ഷേമം, ആകെ ആരോഗ്യം മൊത്തം തകരാറിലാവും. നഡ്ഡയാണ് അതിന്റെ വകുപ്പ് മന്ത്രി എന്ന് ഓർത്തു വെക്കാം. ഗഡ്കരി ആണെങ്കിൽ എന്താണ്? ദേശീയപാതയും റോഡ് വികസനവും ഒക്കെയാണ് എന്ന് നോട്ട് ചെയ്തു വെക്കാം. പിന്നെ കൃഷി, ഗ്രാമവികസനം,
കർഷക ക്ഷേമവുമായി ബന്ധപ്പെട്ടൊക്കെ അവിടുത്തെ രാജനാണ് എന്ന് ഓർത്ത് വെക്കാം. ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന് നോട്ട് ചെയ്തു വെക്കട്ടോ. ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന് നോട്ട് ചെയ്തു വെക്കാം. ശ്രീമതി നിർമ്മല സീതാരാമൻ, ധനകാര്യമാണ്, കോർപ്പറേറ്റ് കാര്യം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ പഠിക്കുന്നതാണ്, പ്രത്യേകിച്ച് അതിൽ മാറ്റി പഠിക്കാനൊന്നുമില്ല അല്ലെ. നിർമ്മല സീതാരാമനാണ് ധനകാര്യം, കോർപ്പറേറ്റ് കാര്യം. അതിന് കോഡോ കാര്യങ്ങളോ ഒന്നും വേണ്ട, എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞൊരു പേരാണ്. ഇതെങ്ങനെ മന്ത്രിസഭകളെ സ്ഥിരമായിട്ട് നിലനിർത്തി പോവാണെങ്കിൽ PSC പഠിക്കുന്നവർക്ക് അതെന്താണ്, അതൊരു വലിയ കാര്യമായിരുന്നു അല്ലെ. അപ്പൊ ശിവരാജ് സിംഗ് ചൗഹാൻ ശിവരാജാവാണ്, കൃഷി ഗ്രാമവികസനം കർഷകക്ഷേമം. നിർമ്മല സീതാരാമൻ ധനകാര്യം, കോർപ്പറേറ്റ് കാര്യം എന്നിനോട് ചെയ്തു വെക്കാം കേട്ടോ. അപ്പൊ മോദിജി ഓക്കെയാണ്, രാജ്നാഥ് സിംഗ് പ്രതിരോധ വകുപ്പ് ഓക്കെയാണ്, അമിത്ഷാ ആഭ്യന്തരം ഓക്കെയാണ്, പിന്നെ നഡ്ഡ റോഡ് വികസനം ദേശീയപാത ഓക്കെയാണ്, ആരോഗ്യം കുടുംബക്ഷേമം, പിന്നെന്താണ് നമ്മുടെ കെമിക്കൽസ്, അതുപോലെ തന്നെ രാസവളമൊക്കെ JP നഡ്ഡ അതും സെറ്റാണ്. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഓക്കെയാണ് അല്ലെ. ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി ഗ്രാമവികസനം ഒക്കെയാണ്, പിന്നെ ധനകാര്യം കോർപ്പറേറ്റ് കാര്യം നിർമ്മല സീതാരാമൻ സെറ്റ്. മനസ്സിൽ ഇങ്ങനെ ആ ചിത്രം ഇങ്ങനെ വരുന്നുണ്ടോ? വരണം കേട്ടോ, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഏത് വേണമെങ്കിലും ചോദിച്ചേക്കാം. വന്നില്ലേ? കണ്ണടച്ചു നോക്കിയേ, വരുന്നുണ്ടോ? നോക്കിയേ, ഒന്ന് കണ്ണടച്ചു നോക്കിയേ. കണ്ണടച്ചോ, എല്ലാരും കണ്ണടച്ചോ? മോദി ഏതായിരുന്നു മണ്ഡലം താഴെ വരുന്നുണ്ടോ? വാരണാസി കിട്ടുന്നുണ്ടോ? സ്ക്രീൻ നോക്കി പഠിക്കുന്ന ആളുകളാ. അടുക്കളയിൽ എന്നെ കുത്തിച്ചാതി വെച്ച ആളുകൾക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. സ്ക്രീൻ നോക്കി പഠിക്കുന്ന ആളുകൾ. മോദിയുടെ താഴെ വാരണാസി കണ്ടില്ലേ? പേഴ്സണൽ പെൻഷൻ കാണുന്നില്ലേ? അണവോർജം കാണുന്നില്ലേ? ബഹിരാകാശം കാണുന്നില്ലേ? മറ്റു മന്ത്രിമാർക്ക് കൊടുക്കാത്ത വകുപ്പുകളൊക്കെ കാണുന്നില്ലേ? ഓക്കെ. അവിടുത്തെ ഇപ്പുറത്തേക്ക് വരുമ്പോഴോ അമിത്ഷാ ആഭ്യന്തരം സഹകരണം കാണുന്നില്ലേ? മുകളിൽ എന്താണ് രാജ്നാഥ് സിംഗ് പ്രതിരോധം കാണുന്നില്ലേ? അങ്ങനെ കിട്ടുന്നുണ്ടോ? കണ്ണടച്ചു കഴിഞ്ഞാൽ കിട്ടണം കേട്ടോ. കണ്ണു തുറന്നോളൂ, ഇനി വായിച്ചു നോക്കിക്കോളൂ. ഡോക്ടർ സുബ്രഹ്മണ്യ ജയശങ്കർ വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണ്. സുബ്രഹ്മണ്യ ജയശങ്കർ വിദേശകാര്യം കേട്ടോ. ജയശങ്കർ വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണ്. സുബ്രഹ്മണ്യ ജയശങ്കർ വിദേശകാര്യ വകുപ്പ് മന്ത്രി എന്നോട് ചെയ്തു വെക്കാം. 2019 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിരുന്നു. 2019 പത്മശ്രീ ലഭിച്ച വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് സുബ്രഹ്മണ്യ ജയശങ്കർ. വിദേശകാര്യം കേട്ടോ. ജയശങ്കർ ജയിച്ചവർ അല്ലെ, ജീവിതത്തിൽ വളരെയധികം വിജയിച്ച് സാമ്പത്തികമായൊക്കെ വിജയിച്ച ആളുകളെ കുറേയധികം വിദേശ യാത്രയൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. എന്നാ വിദേശത്ത് പോയി ജയ് വിളിച്ചു, അങ്ങനെ ഓർക്കാം. വിദേശത്ത് പോയി ജയ് വിളിച്ചു, ഇവിടെ നിന്നൊന്നും ജയ് വിളിക്കാൻ സമയമില്ലാത്തോണ്ടായിരിക്കും, സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് വിദേശത്ത് പോയി ജയ് വിളിച്ചു, അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. മനോഹർ ലാൽ ഖട്ടർ തെറ്റിപ്പോകരുതേ. ഇവിടെ നമ്മൾ പഠിച്ചത് ഗഡ്കരിയാണ് കേട്ടോ. ഗട്ടറിൽ കരിയിട്ടു, റോട്ടിലെ ഗട്ടറിൽ കരിയിട്ടു, ഗഡ്കരി എന്നിട്ടാണ് ആ ഗട്ടർ തൂർത്തത് കേട്ടോ. ആ ഗട്ടർ ഈ ഗട്ടർ മാറിപ്പോകരുതേ. അടുത്ത ഗട്ടർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് മനോഹർ ലാൽ ഖട്ടർ ഊർജം, ഭവന നിർമ്മാണം, നഗരവികസനം. കർണാൽ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. ഊർജം, ഭവന നിർമ്മാണം, നഗരവികസനം. അപ്പൊ ഊർജം, ഭവന നിർമ്മാണം, നഗരവികസനം ഒക്കെയാണ് മനോഹർ ലാൽ ഖട്ടർ എന്നിനോട് ചെയ്തു. ഓക്കെ. അപ്പോ എന്താണ് ഇവിടെ നമുക്ക് ലാൽ എടുക്കാം. അവിടെ നമ്മള് ഗഡ്കരി എടുത്തു, ഇവിടെ ഖട്ടർ എടുക്കണ്ട കേട്ടോ. ഇവിടെ നമ്മുടെ ലാലേട്ടൻ എന്താ അറിയോ, ഒരു നഗരത്തിൽ പോയിട്ട് ഒരു നല്ലൊരു വീട് വെച്ച് അതിന്റെ മുകളിൽ എന്ത് ചെയ്തു, സോളാർ വെച്ചു ലാലേട്ടൻ കേട്ടോ. നഗരത്തിൽ പോയിട്ട് വലിയ തിരക്ക് പിടിച്ചൊരു നഗരത്തിൽ പോയിട്ട്, വലിയ വീടാണല്ലോ അല്ലെ, ലാലേട്ടന്റെ വീടാവില്ല. അപ്പൊ അതിന്റെ മുകളിലൊക്കെ എന്താണ് സോളാർ വെച്ചു, ഊർജത്തിന് വേണ്ടി സോളാർ വെച്ചു, ഭവനം ഉണ്ടാക്കി, നഗരവികസനത്തിന്റെ ഭാഗമായിട്ട് ലാൽ. മനോഹരമായ ഒരു വീട് കേട്ടോ. മനോഹരമായി ലാലേട്ടൻ എന്ത് ചെയ്തു, നഗരത്തിൽ പോയിട്ട് ഒരു വീട് വെച്ചു എന്നോർത്താ മതി. ഓക്കെ. മനോഹർ ലാൽ നഗരവികസനം, ഭവന നിർമ്മാണം, ഊർജം, പരപ്പുറത്തെ ഊർജം കിട്ടൂലേ? അപ്പോ അത് ഓർത്തു വെക്കാം. എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടണം, അപ്പൊ ബാക്കി ഓപ്ഷൻ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ വിദേശത്ത് പോയി ജയ് വിളിച്ചു, വിദേശകാര്യം ജയശങ്കർ. ഗഡ്കരി ഗട്ടറിൽ കരി ഇട്ടിട്ടാണ് റോഡ് വികസനം, ദേശീയപാത എന്നുള്ളതും അവിടെ നിന്ന് കിട്ടും. അപ്പൊ ഇത് കിട്ടൂലേ? മനോഹർ ലാലേട്ടൻ നഗരത്തിൽ പോയിട്ട് ഭവനം ഉണ്ടാക്കി, എന്നിട്ട് അതിന് മുകളിൽ സോളാർ വെച്ചു. സോളാർ എന്നുള്ളത് ഓർത്ത് വെക്കരുതേ, ഊർജം എന്നുള്ളത് ഓർക്കണേ കേട്ടോ. അപ്പൊ അതും കിട്ടും. വിദേശത്ത് പോയി ജയ് വിളിച്ചു, ജയശങ്കർ വിദേശകാര്യം കിട്ടല്ലേ?
യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ്, ശ്രീ ഹരനദഹള്ളി ദേവഗൌഡ കുമാരസ്വാമി, ഫുൾ ഫോം പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, കുമാരസ്വാമി JDS, മാണ്ഡ്യയിൽ നിന്ന് വിജയിച്ചു. വൻകിട വ്യവസായം, സ്റ്റീൽ വൻകിട വ്യവസായം സ്റ്റീലൊക്കെയാണ് അദ്ദേഹത്തിന്. കുമാരസ്വാമി കേട്ടോ, കുമാരസ്വാമി വൻകിട വ്യവസായം സ്റ്റീൽ വകുപ്പ് മന്ത്രിയൊക്കെയാണ്. ഹരനദഹള്ളി പിന്നെ കർണാടകയാണ്. ഹരദനഹള്ളി ദേവഗൌഡ കുമാരസ്വാമി, മണ്ഡലം മാണ്ഡ്യ, വൻകിട വ്യവസായം സ്റ്റീല് ഒക്കെ അദ്ദേഹത്തിന്റെ വകുപ്പാണ്, കുമാരസ്വാമിയുടെ വകുപ്പാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, ഓർത്തെ വെക്കാം. പീയൂഷ് ദേവപ്രകാശ് ഗോയൽ എന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. യെസ്, ഇടയിലുള്ള പേര് വേണ്ട, പീയൂഷ് ഗോയൽ എന്ന് ഓർത്തു വെച്ചാൽ മതി. ഗോയൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗോ ഫോർ വാണിജ്യം വ്യവസായം. നമ്മുടെ മനസ്സിൽ ഒരു ആശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വെറുതെ ഇരിക്കാൻ പാടില്ല. പോവുക, വ്യവസായം ചെയ്യുക, അല്ലെങ്കിൽ വാണിജ്യവൽക്കരിക്കുക നിങ്ങളുടെ ആശയത്തെ കേട്ടോ. ഓക്കെ, പീയൂഷ് ഗോയൽ എന്താണ്, വാണിജ്യം വ്യവസായം, ബിസിനസ് തുടങ്ങാൻ ആരെയും കാത്തിരിക്കരുത്, പെട്ടെന്ന് പോവാ ചെയ്യുക. ഓക്കെ, ഗോ ഫോർ വ്യവസായം. പീയൂഷ് ഗോയൽ വാണിജ്യം വ്യവസായം എന്ന് പഠിച്ചു വെക്കാം. മണ്ഡലമാണെങ്കിൽ നോർത്ത് മുംബൈ എന്നും പഠിച്ചു വെക്കാം. വാണിജ്യം വ്യവസായം മണ്ഡലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നോർത്ത് മുംബൈ ആണ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം. അപ്പൊ കുമാരസ്വാമി വൻകിട വ്യവസായം സ്റ്റീലാണ് എന്ന് പഠിച്ചു വെക്കാം. പീയൂഷ് ഗോയൽ ആണെങ്കിൽ എന്താണ്, വാണിജ്യം വ്യവസായം നോർത്ത് മുംബൈയിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ ഊർജം, നഗരവികസനം, മനോഹരമായി മനോഹർ ലാൽ ഖട്ടർ എന്ന് പഠിച്ചു വെക്കാം. നഗരവികസനം, ഭവന നിർമ്മാണം, ഊർജം ആരുടെയാണ്, മനോഹർ ലാൽ ഖട്ടർ എന്ന പോയിന്റ് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാ ചോദിച്ചു കഴിഞ്ഞാൽ, വിദേശകാര്യ വകുപ്പ് മന്ത്രി ഞാൻ പറയുന്നത് തന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എന്താണോ പഠിക്കാൻ തോന്നുന്നത് അത് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം. എന്താണെങ്കിലും ഇതൊക്കെ പഠിക്കണം. വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരായി ചോദിച്ചു കഴിഞ്ഞാൽ S ജയശങ്കർ ആണ് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. ധർമ്മേന്ദ്ര പ്രധാൻ, വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. വിദ്യാധനം പ്രധാൻ, സർവധനാൽ പ്രധാനം, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അത് പെട്ടെന്ന് കിട്ടും. വിദ്യാധനം സർവധനാൽ പ്രധാനം, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് കിട്ടും. ഓക്കെ, മണ്ഡലം സാമ്പൽപൂർ എന്ന് നോട്ട് ചെയ്തു. ഇനി രാജീവ് രഞ്ജൻ സിംഗ്, ലല്ലൻ സിംഗ് എന്നറിയപ്പെടുന്നു. രാജീവ് രഞ്ജൻ സിംഗ് JDU പാർട്ടിക്കാരനാണ്. മങ്കറിൽ നിന്ന് വിജയിച്ചു. പഞ്ചായത്തി രാജ്, ഫിഷറീസ്, അതുപോലെ തന്നെ ക്ഷീരവികസനം, ഇതൊക്കെ ആരുടെ വകുപ്പാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൃഗസംരക്ഷണം കൂടിയുണ്ട്. ആരുടെ വകുപ്പാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതൊക്കെ ഒരേ കൂടെ കീഴിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഫിഷറീസും അല്ലെ, എവിടെ എന്റെ പേന, ഫിഷറീസ്, ക്ഷീരവികസനം, മൃഗസംരക്ഷണം, പിന്നെ പഞ്ചായത്തി രാജും കൂടി അവിടേക്ക് കൂട്ടുക. ആരാണ്, രാജീവ് രഞ്ജൻ സിംഗ്, ലല്ലൻ സിംഗ് എന്ന് പഠിച്ചു വെക്കാം. പഞ്ചായത്തി രാജ് രഞ്ജൻ, പഞ്ചായത്തിലാണ് പിന്നെ ഫിഷറീസും ക്ഷീരവികസനവും മൃഗസംരക്ഷണവും ഉള്ളതെന്ന് ഓർത്തു വെച്ചാൽ മതി കേട്ടോ. രാജ് രഞ്ജൻ എന്ന് കണക്ട് ചെയ്ത് വെക്കാം. രാജീവ് രഞ്ജൻ സിംഗ്, ലല്ലൻ സിംഗ് എന്നറിയപ്പെടുന്നു. ഓക്കെ, അല്ലെങ്കിൽ മൃഗരാജൻ എന്ന് ഓർത്തു വെച്ചാലും മതി അല്ലെ. ഇവിടെ ക്ഷീരവികസനം, മൃഗസംരക്ഷണം, ഫിഷറീസ് ഒക്കെ ഒന്നിച്ചു കിട്ടും. അപ്പോ മൃഗരാജൻ എന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാലും കുറെയൊക്കെ സെറ്റാണ്. ഓക്കെ, അല്ലെങ്കിൽ രാജീവ് പഞ്ചായത്തി രാജ് എന്ന് ഓർത്തു വെക്കാം. മൃഗരാജൻ രണ്ടും സെയിം തന്നെയാണ്. രാജീവ് രഞ്ജൻ സിംഗ്, ലല്ലൻ സിംഗ് ആണ് ഈ പറയുന്ന പോലെ ഫിഷറീസ്, ക്ഷീരവികസനം, മൃഗസംരക്ഷണത്തിന്റെ ഒക്കെ മന്ത്രി എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇനി ജിതിൻ റാം മാഞ്ചി, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. മാഞ്ചി ചെറുകിട ഇടത്തര സൂക്ഷ്മ സംരംഭങ്ങൾ, ഗയയിൽ നിന്ന് വിജയിച്ചു, ഓൾറെഡി പറഞ്ഞതാണ്. ജിതിൻ റാം മാഞ്ചി ഇഞ്ചി കൃഷിയാണ്, ചെറുകിട വ്യവസായം. സബർമാനന്ദ സോനോവാൾ, സബർമാനന്ദ എന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഞാൻ പറയുന്നു, നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. സബർമാനന്ദ, സർബത്ത് കേട്ടോ. സർബത്ത് എവിടെയാണ്? തുറമുഖത്തെ ഷിപ്പിംഗ്, അതായത് ബീച്ചിൽ പോയിട്ട് സർബത്ത് കുടിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇതിൽ ഓർത്ത് വെച്ചിരിക്കുന്നത്. ജലപാത, ഷിപ്പിംഗ്, തുറമുഖം. ബീച്ചിൽ പോയിട്ട് എന്ത് ചെയ്തു? സർബത്ത് കുടിക്കുന്നു കേട്ടോ.
സർവർബാനന്ദ സർവർപർവത്തെ സർവർബാനന്ദ സോനോവാൾ തുറമുഖം ഷിപ്പിംഗ് ജലപാത കേട്ടോ. ബീച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർവർബാനന്ദ സോനോവാൾ എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. നെക്സ്റ്റ് വീരേന്ദ്രകുമാർ സാമൂഹ്യനീതി വകുപ്പ് ശാക്തീകരണം. സാമൂഹ്യനീതി വകുപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യെസ്, സാമൂഹ്യനീതി ശാക്തീകരണം നടത്തുന്നത് വീരൻ കേട്ടോ. ശാക്തീകരണം, സാമൂഹ്യനീതിയും ശാക്തീകരണം നടത്തുന്നത് വീരനായ ഒരാളാണ് വീരേന്ദ്രകുമാർ എന്ന് നോട്ട് ചെയ്തു വെക്കാം. അപ്പോ എന്താണ്, മറ്റേ സമൂഹത്തിൽ നീതിയും ശാക്തീകരണവും കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് വീരനാണ്, വീരനായ ഒരാളാണ് എന്ന് ഓർത്തു വെക്കാം കേട്ടോ. യെസ്, അപ്പൊ സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് മന്ത്രി വീരേന്ദ്രകുമാർ എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ശ്രീ വീരേന്ദ്രകുമാർ എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പൊ ജിതിൻ റാം മാഞ്ചി എന്താണ്, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ഇഞ്ചി കൃഷി ചെറുകിട സൂക്ഷ്മ ഇടത്തരം സംരംഭമാണ് എന്ന് ഓർത്തു വെക്കാം. സബർബാനന്ദ എന്ന് വെക്കുമ്പോ തന്നെ ജലപാത തുറമുഖം ഷിപ്പിംഗ് എന്ന പോയിന്റ് ഓർത്തു വെക്കാം. വീരേന്ദ്രകുമാർ സാമൂഹ്യനിധി ശാക്തീകരണം. ഇനി കിഞ്ചരാപ്പൂർ രാംമോഹൻ നായിഡു നമ്മൾ പഠിച്ചതാണ്. റാം മോഹൻ നായിഡു മോഹമാണ്, വിമാനത്തിൽ കയറാൻ മോഹമാണ്, വ്യോമയാന വകുപ്പ് മന്ത്രിയാണ്. സിവിൽ ഏവിയേഷൻ വ്യോമയാനം കേട്ടോ, സിവിൽ ഏവിയേഷൻ അതാണ് വ്യോമയാനം. ഓക്കെ. യെസ്, വിമാനത്തിൽ കയറാൻ വേണ്ടി വ്യോമയാനം എന്നുള്ളതാണ് മലയാളത്തിൽ, ഇത് മാത്രം എന്താ ഇംഗ്ലീഷിൽ വ്യോമയാനം കേട്ടോ. വ്യോമയാനം സിവിൽ വകുപ്പ് റാംമോഹൻ നായിഡു എന്ന് നോട്ട് ചെയ്തു വെക്കാം. പ്രഹ്ലാദ് ജോഷി ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി, ഭക്ഷ്യ ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി. പൊതുവിതരണം, റേഷൻ കടയും മറ്റു കാര്യങ്ങളൊക്കെ എന്താണ്, ന്യൂ റിന്യൂവബിൾ എനർജി അല്ലെ. യെസ്, ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി, പൊതുവിതരണം, ഭക്ഷ്യ ഉപഭോക്തൃകാര്യം, ഇതൊക്കെ ആർക്കാണ്? അപ്പോ പ്രഹ്ലാദ് ജോഷി യെസ്, ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവിതരണം ന്യൂ റിന്യൂവബിൾ എനർജി. ഇതിപ്പോ എങ്ങനെയാ ഓർക്കുക? ഒന്നും ഓർക്കാൻ കിട്ടിയില്ലെങ്കിലേ റേഷൻ കട നടത്തുന്നത് ജോഷി ചേട്ടനാണ് എന്ന് ഓർത്തു വെക്കാം കേട്ടോ. റേഷൻ കട നടത്തുന്നത് ജോഷി ചേട്ടനാണ്. ഭക്ഷ്യ ഉപഭോക്തൃ കാര്യം പൊതുവിതരണം ന്യൂ റിന്യൂവബിൾ എനർജി ജോഷി എന്ന് ഓർത്തു വെക്കാം. റേഷൻ കട നടത്തുന്ന ആരാണ്? ജോഷി ചേട്ടൻ. ജോഷി എന്ന് പറഞ്ഞാൽ നിങ്ങളെ മനസ്സിലുള്ള ആരെങ്കിലും ഒരാൾ എടുക്കുക, അയാളെ റേഷൻ കടയിൽ കൊണ്ടുപോയി സ്ഥാപിക്കുക. നിങ്ങളെ വീടിനടുത്തുള്ള റേഷൻ കടയിൽ ജോഷി ചേട്ടൻ വന്നോ? ഓക്കെ. ഭക്ഷ്യ ഉപഭോക്തൃ കാര്യം പൊതുവിതരണം ന്യൂ റിന്യൂവബിൾ എനർജി ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോഷി ചേട്ടന്റെയാണ് എന്ന് ഓർത്തു വെക്കാം കേട്ടോ. അപ്പോ വിമാനത്തിൽ കയറാൻ വിമാനം ആരാണ്? റാംമോഹൻ നായിഡു എന്ന് ഓർത്തു വെക്കാം. റാംമോഹൻ നായിഡു എന്ന് ഓർത്തു വെക്കാം. ഓക്കെ. യെസ്. ഓക്കെ. ഇനി ഞാൻ ചോദിക്കാൻ കിട്ടുന്നുണ്ടോ നോക്കിയേ, കണ്ണടച്ച് പറഞ്ഞേ, കണ്ണടച്ച് കമന്റ് ചെയ്തേ. വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? യെസ്, ജയശങ്കർ എന്ന് കിട്ടും അല്ലെ. നഗരവികസനം, ഭവന നിർമ്മാണം, ഊർജം കിട്ടുന്നുണ്ടോ? ലാലേട്ടൻ മനോഹരമായ വീട് വെച്ചു. നിങ്ങൾ വേറെ എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അത് ഓൾറെഡി ഉണ്ടെങ്കിൽ അത് പഠിച്ചാൽ മതി കേട്ടോ. മനോഹർ ലാൽ ഖട്ടർ എന്ന് പഠിച്ചു. എന്നാൽ നിതിൻ ഗഡ്കരി ആണെങ്കിലോ? നിതിൻ ഗഡ്കരി റോഡ് വികസനം, ദേശീയപാത വികസനം ഒക്കെയാണ് അല്ലെ. യെസ്. ഇനി പഞ്ചായത്തി രാജ് ആരുടെ വകുപ്പാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തി രാജ് അല്ലെങ്കിൽ മൃഗസംരക്ഷണം, ക്ഷീരവികസനം, നമ്മുടെ രാജീവ് രഞ്ജൻ സിംഗ് ആണ് അല്ലെ. ലല്ലൻ സിംഗ് എന്നറിയപ്പെടുന്ന രാജീവ് രഞ്ജൻ സിംഗ് അല്ലെ. രാജീവ് രഞ്ജൻ സിംഗ് എന്ന് പഠിച്ചു വെക്കാം. പിന്നെ നമ്മളെ മാഞ്ചി, ചെറുകിട, സർബാനന്ദ, കടപ്പുറത്ത് പോയിട്ടുള്ള പരിപാടി, വീരേന്ദ്രൻ, സാമൂഹ്യനീതി, ഇതൊക്കെ നമുക്ക് മനസ്സിലുണ്ട്, ഓർമ്മയിലുണ്ട്. സ്പീഡ് കൂട്ടിയില്ലെങ്കിൽ തീരൂല. ശ്രീ ജുയേൽ ഓറം ആദിവാസി ക്ഷേമം, അത്രേ ഉള്ളൂ കേട്ടോ. ആദിവാസിയാണ് ഓറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ആദിവാസികൾ കഴുത്തിൽ ഫുള്ള് സ്വർണ്ണം ഇട്ട് പോകുന്ന ഒരു ചിത്രം സംഘടിപ്പിക്കുക, ഓറം. അപ്പൊ 2 പോയിന്റ് അവിടെ നിന്ന് കിട്ടും അല്ലെ. സ്വർണത്തിന്റെ ലാറ്റിൻ നാമം എന്താണ്? ഓറം അല്ലെ. കെമിസ്ട്രി നിങ്ങൾ പഠിച്ചില്ലേ? സ്വർണത്തിന്റെ ലാറ്റിൻ നാമം എന്താണ്? ഓറം. ആദിവാസികൾ ഫുള്ള് സ്വർണം കഴുത്തിലിട്ട് പോകുന്നു. ആദിവാസി ക്ഷേമ വകുപ്പ് മന്ത്രി ജുവേൽ ഓറം എന്ന് പഠിച്ചു. ജ്വല്ലറിയായ സ്വർണം, ജുവേൽ ഓറം. ആദിവാസികൾ ഫുള്ള് എന്തായി? യെസ്. ഇനി ശ്രീ ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രിയാണ് എന്ന് പഠിച്ചു വെക്കുക. ഗിരിരാജ് സിംഗ്
അവർക്ക് ഗോൾഡില്ല, പാവങ്ങളാണ്. അപ്പോഴാണ് ഓർക്കാൻ എളുപ്പം. ഒരു ആദിവാസിനെ കണ്ടു കഴിഞ്ഞാലേ ഇനി നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ എപ്പോഴാണെങ്കിലും ഇനി ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും ഒരു ആദിവാസിയെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കഴുത്തിൽ സ്വർണ്ണമൊക്കെ ഉള്ള പോലെ ജുവൽ ഓറമാണെന്നുള്ളത് നിങ്ങൾ ഓർക്കും. അതാണ് വെറൈറ്റി. ഒരേപോലെ നമ്മുടെ മനസ്സിൽ നോർമൽ മനസ്സിലുള്ളതിനേക്കാൾ കൂടുതൽ വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഓർമ്മശക്തി കൂട്ടും കേട്ടോ. യെസ്, അപ്പൊ ജുവൽ ഓറം ആദിവാസി ക്ഷേമമാണെന്നുള്ളത് ഇനി നിങ്ങൾ മറക്കുകയില്ല. ഒരു ആദിവാസി, നല്ലൊരു അടിപൊളി ആദിവാസി, കഴുത്തിൽ ഫുള്ള് വൈരങ്ങളും രത്നങ്ങളും സ്വർണ്ണമൊക്കെ ഇട്ടിട്ട് ജുവൽ ഓറം കേട്ടോ. യെസ്, അത് സെറ്റ് ആയിരിക്കും. ഇനി ടെക്സ്റ്റൈൽസ്, ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ്. നമ്മളെ ഗിരിരാജ് സിംഗ് ഇല്ലേ, മീശക്കാരൻ, അയാൾ ഒരു ടെക്സ്റ്റൈൽസിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കുന്ന ആലോചിച്ച് നോക്കിയേ, പിന്നെ അത് മറക്കൂല കേട്ടോ. ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ്. സംഭവം ആ ഗിരിരാജ് സിംഗ് അല്ല, എന്നാലും ഗിരിരാജ് സിംഗ് എന്ത് ചെയ്യുന്നു, മീശയൊക്കെ പിരിച്ച് ടെക്സ്റ്റൈൽസ് പോയിട്ട് അതങ്ങടുത്തെ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം ഉണ്ടാക്കുക. അത് ഓർത്ത് വെച്ചോളും കേട്ടോ. അശ്വിനി വൈഷ്ണവ്, അന്നും ഇന്നും എന്നും റെയിൽവേ, വാർത്താവിനിമയം, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. കിട്ടൂലേ? ഓക്കെ, അശ്വിനി വൈഷ്ണവ്, അശ്വിനി വൈഷ്ണവ്, റെയിൽവേ, വാർത്താവിനിമയം, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ. അശ്വിനി വൈഷ്ണവ് കേട്ടോ. അശ്വിനി വൈഷ്ണവ്, റെയിൽവേ, വാർത്താവിനിമയം, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ. അത് പിന്നെ എല്ലാ കാലങ്ങളിലും ഒരേപോലെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് കോഡൊന്നും ആവശ്യം ഉണ്ടാവില്ല. ശ്രീ ചന്ദ്രകാന്ത് രഘുനാഥ് പാട്ടീൽ, ജലശക്തി. ചന്ദ്രകാന്ത് രഘുനാഥ് പാട്ടീൽ. ഓക്കെ, യെസ്. ഇതെങ്ങനെയാ പഠിച്ചു വെക്കാം? ചന്ദ്രകാന്ത് രഘുനാഥ് പാട്ടീൽ. ഒരു പാട്ടയിൽ കുറച്ച് വെള്ളം എടുത്തു. ഓർക്കണോ? യെസ്, നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഓർക്കുക. ഞാൻ പാട്ടയിൽ കുറച്ച് വെള്ളം എടുത്തു. പാട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കപ്പില്ലേ? യെസ്, ചന്ദ്രകാന്ത് ജലശക്തി, അല്ലെങ്കിൽ പിന്നെന്താ ചന്ദ്രകാന്ത്, ചന്ദ്രകാന്ത്, കാന്ത്, കാന്ത്, കാന്തം, കാന്തം വെച്ചിട്ടേ ജലത്തെ ഇങ്ങനെ വലിക്കുന്നു. ചന്ദ്രകാന്ത് ജലശക്തി. എന്തെങ്കിലുമൊക്കെ ഓർക്കുക കേട്ടോ. യെസ്, ചന്ദ്രകാന്ത് രഘുനാഥ് പാട്ടീൽ. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇന്ന് എന്താണ് ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് തലേ ദിവസം നമ്മൾ ഉണ്ടാക്കി വെച്ചൊന്നുമല്ല, മനസ്സിൽ തോന്നുന്നു അങ്ങനെ പറയുന്നതാണ്. നിങ്ങൾക്ക് പറ്റും പോലെയൊക്കെ എടുക്കാം. യെസ്, അത് മതി, ധാരാളം കേട്ടോ. ഒന്ന് റിവിഷനും കൂടെ ചെയ്താൽ മതി കേട്ടോ. യെസ്, ഓക്കെ. അപ്പോ അതും ഓർത്തു വെക്കാം. ഓർമ്മയുണ്ടാവും. ലാസ്റ്റ് നമുക്കൊന്ന് റിവിഷൻ ചെയ്ത് നോക്കാം കേട്ടോ. ജ്യോതിരാദിത്യ സിന്ധ്യ, ജ്യോതിരാദിത്യ സിന്ധ്യ ടെലികോം വകുപ്പ് മന്ത്രിയാണ്. വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനം, നോർത്ത് ഈസ്റ്റിന്റെ വികസനവും ടെലികോമും ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന് നോട്ട് ചെയ്തു വെക്കാം. ഭൂപേന്ദ്ര യാദവ്, ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം വകുപ്പ് മന്ത്രിയാണെന്ന് പഠിച്ചു കേട്ടോ. പരിസ്ഥിതി, വനം, കാലാവസ്ഥ, ഭൂമി, ഭൂപേന്ദ്ര എന്ന് ഓർത്തു വെക്കാം. ഭൂപേന്ദ്ര യാദവ്. ജ്യോതിരാദിത്യ സിന്ധ്യ ടെലികോം, ജ്യോതിരാദിത്യ സിന്ധ്യ, ജ്യോതി ടെലികോം കേട്ടോ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനവും ടെലികോമും അദ്ദേഹത്തിന്റെ തന്നെയാണ്. ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന് പഠിച്ചു വെക്കാം. പിന്നെ വനം, പരിസ്ഥിതി, കാലാവസ്ഥ, ഭൂമി, ഭൂമിയിലാണല്ലോ വനവും പരിസ്ഥിതിയും കാലാവസ്ഥയൊക്കെ ഉള്ളത്. ഭൂപേന്ദ്ര യാദവ് എന്ന് കണക്ട് ചെയ്ത് കിട്ടിക്കോളും കേട്ടോ. യെസ്. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, കഴിഞ്ഞ പ്രാവശ്യം ജലശക്തിയായിരുന്നു അദ്ദേഹത്തിന് അല്ലെ. സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. ഗജേന്ദ്ര, നോക്കിയേ നിങ്ങളെ, ഗജൻ, ഗജൻ, ഗജേന്ദ്ര എന്ന് കേൾക്കുമ്പോ തന്നെ ആന എന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ സാംസ്കാരിക എന്ന് അവിടെ നിന്ന് കിട്ടൂലേ. ഗജേന്ദ്ര വകുപ്പ്, ഗജം, ഗജേന്ദ്ര, ആന എന്ന് ഓർക്കുമ്പോ തന്നെ സാംസ്കാരികം എന്നുള്ളതിലേക്കും നമുക്ക് എന്ത് ചെയ്യാം, തൃശ്ശൂരേക്കും ഒക്കെ കണക്ട് ചെയ്യാം. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സാംസ്കാരികം കിട്ടൂലേ. യെസ്, കിട്ടും. അത്രയൊക്കെ ഉള്ളൂ. ടൂറിസം കൂടിയുണ്ട് കേട്ടോ. അത് ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് ആനയെ കൊണ്ടുവന്നത്. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തെ ടൂറിസം, സാംസ്കാരികം കിട്ടൂലേ. യെസ്. അപ്പൊ പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം ശ്രീ ഭൂപേന്ദ്ര യാദവ്. ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ ടെലികോം, വടക്കിഴക്കൻ മേഖലാ വികസനമാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, യെസ്. ഒന്ന് നിങ്ങൾ റിവിഷൻ ചെയ്യണേ. ഇനി ശ്രീമതി അന്നപൂർണാദേവി, അന്നപൂർണാദേവി കേട്ടോ. അന്നപൂർണാദേവി എന്ന് നോട്ട് ചെയ്ത് വെക്കാം. വനിതാ ശിശുക്ഷേമം, വനിതാ ശിശുക്ഷേമം, അന്നപൂർണ, അന്നപൂർണ ശിശുക്ഷേമം. കിരൺ റിജ്ജു, ഓക്കെ. അന്നപൂർണ എങ്ങനെ ഓർത്തു വെക്കാം? കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക, അന്നം കൊടുക്കുക, ശിശുക്ഷേമം, അന്നപൂർണ. കിരൺ റിജ്ജു പാർലമെന്ററി കാര്യം, ന്യൂനപക്ഷ ക്ഷേമം ആണ്. പാർലമെന്ററി കാര്യ വകുപ്പ്, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുകാരനാണ് ആര്? കിരൺ റിജ്ജു എന്ന് നോട്ട് ചെയ്തു നോക്കുക. കിരൺ റിജ്ജു കേട്ടോ. കിരൺ റിജ്ജു
പാർലമെന്ററി കാര്യം, ന്യൂനപക്ഷ ക്ഷേമം. കിരൺ റിഡ്ജു എന്ന് ഓർത്തു വെക്കാം. കിരൺ റിഡ്ജു. ന്യൂനപക്ഷം കേട്ടോ, റിഡ്ജു ന്യൂനപക്ഷം, പാർലമെന്ററി കാര്യം ഓർത്തു വെക്കാം. ഹർദീപ് സിംഗ് പുരി പെട്രോളിയം വകുപ്പ് മന്ത്രിയാണ്. പ്രകൃതിവാതകം, പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രിയാണ് ഹർദീപ് സിംഗ് പുരി എന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഹർദീപ് സിംഗ് പുരി. ഹർദീപ് എല്ലാ വീട്ടിലും എന്താണ് പ്രകാശം പരത്തുന്നത്? പെട്രോളിയം പ്രകൃതിവാതകവും കത്തിച്ചിട്ടാണ് എന്ന് വേണമെങ്കിൽ ഓർത്തു വെക്കാം. ഹർദീപ് സിംഗ് പുരി വീട്ടിലൊക്കെ പ്രകാശം പരത്തുന്നത്. ഹർദീപ് എല്ലാ വീട്ടിലും പ്രകാശം പരത്തുന്നത് പെട്രോളും പ്രകൃതിവാതകവും കത്തിച്ചിട്ടാണ് എന്ന് വേണമെങ്കിൽ ഓർക്കാം. കിരൺ റിഡ്ജു പാർലമെന്ററി കാര്യം, ന്യൂനപക്ഷ ക്ഷേമം. അന്നപൂർണ ദേവി ശിശുക്ഷേമമാണ് എന്ന പോയിന്റ് ഓർത്തു വെക്കാം. അല്ലെങ്കിൽ പെട്രോളിയത്തിൽ പൂരി ചുട്ടൂന്നോ അങ്ങനെ ഇങ്ങനെ ഓർത്തു വെക്കാം കേട്ടോ. പെട്രോളിയത്തിൽ പൂരി ചുട്ടു, നല്ല രസം ഉണ്ടാവോ? യെസ്, ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതകം, കിരൺ റിഡ്ജു പാർലമെന്ററി കാര്യം, ന്യൂനപക്ഷ ക്ഷേമം, അന്നം കൊടുത്തു ശിശുക്ഷേമം കേട്ടോ. യെസ്, മൻസുഖ് മാണ്ഡവ്യ കഴിഞ്ഞ പ്രാവശ്യം ആരോഗ്യമായിരുന്നു, ഇപ്രാവശ്യം തൊഴിൽ, യുവജനക്ഷേമം, കായികം. കായികം കേട്ടോ, മൻസുഖ് മാണ്ഡവ്യ. യെസ്, ഇത് നമ്മൾ എങ്ങനെയാ പഠിച്ചിട്ടുള്ളത്? നല്ല തൊഴിലും നല്ല യുവാവായി നിൽക്കുന്ന സമയത്ത് നല്ല ഹെൽത്ത് ഒക്കെ നോക്കി കളിക്കാനൊക്കെ പോയി എന്താ പറയാ ഫുൾ സെറ്റപ്പ് ആയി നിൽക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് നല്ല സുഖമായിരിക്കും. മൻസുഖ് അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ജോലിയൊക്കെ കിട്ടി രാവിലെ നടക്കാൻ പോകുന്നു. ജോലിയൊക്കെ കിട്ടി രാവിലെ നടക്കാൻ പോകുന്നു. അപ്പൊ കായികം, നമ്മൾ എപ്പോഴും യുവാവായി ചെറുപ്പമായിട്ട് നിൽക്കുന്നു, നല്ല തൊഴിലൊക്കെ ഉണ്ട്, നമ്മുടെ മനസ്സിന് തന്നെ നല്ല സുഖമായിരിക്കുമല്ലോ. നിങ്ങൾ ഇപ്പൊ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ആലോചിക്കാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും അല്ലെ? നമ്മൾ ജോലിയൊക്കെ കിട്ടി, നമ്മള് നല്ല എന്താണ് രാവിലെയും വൈകിട്ടൊക്കെ കളിക്കാനൊക്കെ പോയി അല്ലെ? ആവശ്യമുള്ള താല്പര്യമുള്ള പെടുന്ന ആളുകൾ ഇപ്പൊ സമയമില്ല അല്ലെ? ഇപ്പൊ സമയമില്ലാത്തതും അതിന് സമയം കണ്ടെത്താൻ പറ്റാത്തതുമായുള്ള പ്രശ്നമാണ്. പക്ഷെ നമ്മൾ യുവാവായി നിന്ന് നമ്മളെ ഹെൽത്ത് ഒക്കെ നോക്കി കായികം കളിക്കാനൊക്കെ പോയി തൊഴിൽ നല്ല ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ മനസ്സിന് തന്നെ നല്ലൊരു സുഖമായിരിക്കും. മൻസുഖ് കേട്ടോ, പഠിച്ചു വെക്കാം. കിഷൻ റെഡ്ഡി, ശ്രീ ജി കിഷൻ റെഡ്ഡി. ഓക്കെ, കിഷൻ റെഡ്ഡി. കൽക്കരി. യെസ്, കൽക്കരി. കിഷൻ റെഡ്ഡി കൽക്കരി ഖനനം. കൽക്കരി ഖനനം കിഷൻ റെഡ്ഡി എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് മുതൽ ഇപ്പൊ ഈ ക്ലാസ് മുതൽ ഖനനം ചെയ്ത കൽക്കരിക്കൊക്കെ റെഡ് കളറാണ് എന്ന് ഓർത്തു വെക്കുക. ഒരു വലിയ കൽക്കരി ഖനി സങ്കല്പിക്കുക. കറുപ്പ് കളറായിരുന്നു, അത് മാറ്റി ചുവപ്പ് കളറാക്കി കേട്ടോ. മാറ്റിയോ? കൽക്കരി ഖനിയുടെ കളർ എന്താക്കി മാറ്റി? റെഡ് ആക്കി മാറ്റി. റെഡ്ഡി, കിഷൻ റെഡ്ഡി. കിട്ടിയില്ലേ? ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണം കേട്ടോ, ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രിയാണ് ചിരാഗ് പാസ്വാൻ എന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രിയാണ്. യെസ്, ഭക്ഷണത്തിന് പാസ് കിട്ടി എന്ന് ഓർത്തു വെക്കാം. ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രി ചിരാഗ് പാസ്വാൻ. ഓക്കെ, അപ്പൊ കൽക്കരി ഖനിയുടെ കളർ ഇന്നു മുതൽ എന്താക്കി? കളറാക്കി. എന്താണ്? കിഷൻ റെഡ്ഡി എന്ന് പഠിച്ചു വെക്കാം. റെഡ്ഡി, കിഷൻ റെഡ്ഡി കേട്ടോ. ഭക്ഷണത്തിന് പാസ്, ഭക്ഷ്യ സംസ്കരണം പാസ്വാൻ, ചിരാഗ് പാസ്വാൻ എന്ന് നോട്ട് ചെയ്തു. അപ്പോ കായികം, തൊഴില്, യുവജനക്ഷേമം, മൻസുഖ് മാണ്ഡവ്യ. കൽക്കരി ഖനി ഫുള്ള് ചുവപ്പ് കളറാക്കി കിഷൻ റെഡ്ഡി എന്ന് നോട്ട് ചെയ്തു വെക്കാം. ചിരാഗ് പാസ്വാൻ ഭക്ഷണത്തിന്റെ പാസ് എന്നും ഓർത്ത് വെക്കാം. ഓക്കെ അല്ലേ? യെസ് യെസ്. അപ്പോ 30 മന്ത്രിമാരെ പഠിച്ചു, അവരുടെ വകുപ്പുകൾ പഠിച്ചു അല്ലെ? യെസ്. ഇനി ഞാൻ ഇതിൽ നിന്ന് ഒരു 5 ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം അനുമാനിക്കാം. 30 ആണോ ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് അനുമാനിക്കാം. അവിടെ എഴുതണ്ട, ഇവിടെ എഴുതാം. യെസ്, ഇത് കണ്ടുകൊണ്ട് നമുക്ക് എഴുതാം കേട്ടോ. ഓക്കെ, ചോദിക്കട്ടെ. 5 മന്ത്രിമാരെ 5 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഫുൾ സെറ്റ്. ഓക്കെ ഓക്കെ, ചോദിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം, ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കോഡ് അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ മാത്രം പറഞ്ഞാലും മതി. ചെറുകിട വ്യവസായം, ഇടത്തരം, ജിതിൻ റാം മാഞ്ചി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? യെസ്, 1 കിട്ടി. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിന്റെ വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിന്റെ വകുപ്പ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗജം, സാംസ്കാരികം, ടൂറിസം. കിട്ടിയില്ലേ? സാംസ്കാരികം, ടൂറിസം എന്നതിൽ നിന്ന് നമുക്ക് കിട്ടും കേട്ടോ. യെസ്. അടുത്തത് കായിക വകുപ്പ് മന്ത്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കായിക വകുപ്പ് മന്ത്രി മനസ്സിന് സുഖ, കായികം, യുവജനക്ഷേമം, തൊഴിൽ അല്ലെ, മൻസുഖ് മാണ്ഡവ്യ എന്ന് നമ്മളിപ്പോ പഠിച്ചു അല്ലെ, മൻസുഖ് മാണ്ഡവ്യ. ഇനി ആരോഗ്യമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം, കുടുംബക്ഷേമം, പിന്നെന്താണ് രാസവളം, ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? യെസ്, JP നഡ്ഡ അല്ലെ, JP നഡ്ഡ എന്ന് നമ്മൾ അതും പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ. കൽക്കരി ഖനനം ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൽക്കരി ഖനനം യെസ് റെഡ്ഡിയുടെയാണ്. എന്ത് റെഡ്ഡിയാണ്? യെസ്, കൽക്കരി ഖനനം കിഷൻ റെഡ്ഡി അല്ലെ, കിഷൻ റെഡ്ഡി എന്ന് ഓർത്തു വെക്കാം. ഒരു 80% സെറ്റ് ആണ്. ക്ലാസ്സിൽ മുഴുവനായിരുന്ന് ശ്രദ്ധിച്ചു കേട്ടവർക്ക് 80% റെഡി ആയിട്ടുണ്ടാവും. ഒരു 20% റിവിഷൻ കൂടി ആയിട്ടുണ്ടെങ്കിൽ പക്ക സെറ്റാണ്. വായിക്കൂലേ? അടുത്ത പരീക്ഷയിൽ 1-2 ചോദ്യങ്ങൾ ചോദിക്കുന്ന, നിർബന്ധമായും ചോദിക്കുന്ന ഏരിയയാണ്. വായിച്ചു നോക്കാം കേട്ടോ. യെസ്. ഇനി സ്വതന്ത്ര മന്ത്രിമാര് ഞാനൊന്ന് ഓടിച്ചു പറയാണ്. യെസ്. അപ്പോ ശ്രീ റാവു ഇന്ദ്രജിത്ത് സിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ്, ആസൂത്രണം, സാംസ്കാരികം. ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ശാസ്ത്രവും സാങ്കേതികവും, ഭൗമശാസ്ത്രം, പ്രധാനമന്ത്രിയുടെ ഓഫീസ് ചുമതല, ആണവോർജം, ബഹിരാകാശം, വ്യക്തിഗത പൊതു പരാതി പരിഹാരവും പെൻഷനും. ഈ സ്വതന്ത്ര ചുമതല ചോദിക്കാൻ വളരെ സാധ്യത കുറവാണ്. കാരണം ഇവർക്ക് പല വകുപ്പും ഉണ്ടാവും. സ്വതന്ത്രമാണല്ലോ കേട്ടോ. എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു പോവാ. 5 എണ്ണമാണുള്ളത് നമ്മൾ പഠിച്ചു. ശ്രീറാം മേഘ്വാൾ നിയമവും നീതിയും, പാർലമെന്ററി കാര്യം. ജാദവ് പ്രതാപ് റാവു ഗണപത് റാവു ശിവസേനക്കാരനാണ്. ആയുഷിന്റെ സ്വതന്ത്ര ചുമതല, ആരോഗ്യ കുടുംബക്ഷേമം കൂടി അദ്ദേഹത്തിന്റെ വകുപ്പിൽ വരുന്നു. ജയന്ത് ചൗധരി നോട്ട് ചെയ്തു വെക്കാം. നൈപുണ്യ വികസനം, സംരംഭകത്വം, വിദ്യാഭ്യാസം. ഇതൊക്കെ ആരുടെ വകുപ്പാണ്? ജയന്ത് ചൗധരിയുടെ ഡ്യൂട്ടിയാണെന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ബാക്കി PDF കൂടി വായിച്ചു നോക്കണേ. പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ്, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി എന്നെല്ലാവർക്കും അറിയാം. വയനാട് റായ്ബറേലി മണ്ഡലത്തിൽ മത്സരിച്ചു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3,64,422 ഭൂരിപക്ഷം ലഭിച്ചു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 ലക്ഷത്തിലധികം ഭൂരിപക്ഷം റായ്ബറേലിയിലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന പോയിന്റ് കൂടി അവിടെ എന്ത് ചെയ്യാം, ഓർത്തു വെക്കാം. ഓക്കെ. റായ്ബറേലി മണ്ഡലം നിലനിർത്തി കേട്ടോ. റായ്ബറേലി മണ്ഡലം നിലനിർത്തി. കഴിഞ്ഞ വർഷം അവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്നു അല്ലെ, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്നു. ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിന്റെ പൂർണ്ണരൂപം. അത് വേണമെങ്കിൽ ചോദിച്ചേക്കാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ്, ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് എന്നുള്ളതാണ് അതിന്റെ പൂർണ്ണരൂപം എന്ന പോയിന്റും എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. യെസ്. ഓക്കെ. അപ്പൊ അത് പഠിച്ചു വെക്കണേ. നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഓർത്തു വെക്കാം. യെസ്. ഇനി സ്പീക്കർ ആരാ? സ്പീക്കർ തെരഞ്ഞെടുപ്പ് NDA സ്ഥാനാർത്ഥി ഓം ബിർള കോട്ട മണ്ഡലത്തിൽ, രാജസ്ഥാനിലെ കോട്ട മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചു. ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു? 8 പ്രാവശ്യം MP ആയ കൊടിക്കുന്നിൽ സുരേഷ് ആയിരുന്നു മണ്ഡലം മാവേലിക്കര. ഓക്കെ. യെസ്. ഓം ബിർള വിജയിച്ചു അല്ലെ. നമ്മുടെ 18ാം ലോക്സഭ സ്പീക്കറായിട്ട് വീണ്ടും ആര് വന്നു? ഓം ബിർള തന്നെ വന്നു. 17ാം ലോക്സഭയുടെ സ്പീക്കർമാര് തന്നെയായിരുന്നു, ഓം ബിർള തന്നെയായിരുന്നു. ഓക്കെ. യെസ്. രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള BJP MP ആണ് ആര്? നമ്മുടെ NDA സ്ഥാനാർത്ഥിയാണ് ഓം ബിർള. കോട്ട രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നാണ് വിജയിച്ചത് എന്ന പോയിന്റ് കൂടി ഓർത്ത് വെക്കാം കേട്ടോ. അറിയുന്ന പോയിന്റ് അല്ലേ? സ്പീഡ് കൂടുതലാണ്, ശരിയാണ്. സ്പീഡ് കൂടുതലാണെങ്കിലും ഇതൊക്കെ അറിയുന്ന പോയിന്റ് തന്നെയാണെന്ന് വിചാരിക്കുന്നു. യെസ്. ഓക്കെ. ഇനി സഹമന്ത്രിമാരെ നമുക്ക് എന്ത് ചെയ്യാം, മലയാളികളെ കൂടി മാത്രം പഠിക്കാം കേട്ടോ. 36 സഹമന്ത്രിമാരുണ്ട്. എല്ലാരെയും പഠിക്കൽ പോസിബിൾ അല്ല. മലയാളികളെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. സുരേഷ് ഗോപി പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. യെസ്. തൃശൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. അപ്പോ ടൂറിസം വകുപ്പ് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. സാംസ്കാരികവും ടൂറിസവും ആരുടെ വകുപ്പാണ്? ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്തു. പെട്രോളിയം, പ്രകൃതിവാതകം ആരുടെ വകുപ്പാണ്? ഹർദീപ് സിംഗ് പുരി എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്തു.
ഹർദീപ് സിംഗ് പുരി അദ്ദേഹത്തെയും ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിനെയും അസിസ്റ്റ് ചെയ്യുന്ന സഹമന്ത്രിയായിട്ടാണ് ആര് വരുന്നത്? ശ്രീ സുരേഷ് ഗോപി വരുന്നത്. മണ്ഡലം തൃശൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച വ്യക്തിയാണ്. ജോർജ് കുര്യനോ? ന്യൂനപക്ഷക്ഷേമം, ഫിഷറീസ്, മൃഗസംരക്ഷണം ഇതിന്റെ സഹമന്ത്രിയാണ് എന്ന പോയിന്റ് കൂടി അവിടെ ഓർത്ത് വെക്കാം കേട്ടോ. ന്യൂനപക്ഷക്ഷേമം, ഫിഷറീസ്, മൃഗസംരക്ഷണം ഇതിന്റെ മന്ത്രിയാണ്, സഹമന്ത്രിയാണ് സുരേഷ് ഗോപി എന്ന പോയിന്റ് കൂടി ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇതും ചോദിച്ചേക്കാം. അപ്പോ പരമാവധി നമ്മളെ സെറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. 30 മന്ത്രിമാർ, 5 സ്വതന്ത്ര മന്ത്രിമാർ, 36 സഹമന്ത്രിമാർ. 36 സഹമന്ത്രിമാരിലെ നമ്മള് മലയാളികളെയാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും ഇനി നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7510116655 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. യെസ്, അപ്പോ താങ്ക് യു, സി യു.